കയ്യിന് തരിപ്പുണ്ടാവുക, കൈ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ മൊബൈൽ പിടിക്കുമ്പോഴോ അല്ലെങ്കിൽ എഴുതുമ്പോഴോ ഒക്കെ ബുദ്ധിമുട്ട് വരിക. സ്ത്രീകളാണെങ്കിൽ കത്തി ഉപയോഗിച്ചോ ചൂലുപയോഗിച്ചോ ചെയ്യുമ്പോഴൊക്കെ കൈ വല്ലാതെ തരിച്ചിട്ട് ഇടയ്ക്ക് വിട്ടുപോകുക എന്നുള്ളത്. അപ്പോൾ അവർക്ക് ഒരു പക്ഷേ ചിലപ്പോൾ പച്ചക്കറി അരിയുമ്പോൾ വരെ, അല്ലെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ ബൈക്ക് ഓടിക്കുമ്പോൾ, ബസ്സിൻ്റെ കമ്പി പിടിക്കുമ്പോഴൊക്കെ അവർക്ക് കൈ തരിച്ചിട്ട് ചെയ്യാൻ പറ്റാതിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണം. വളരെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്യിൻ്റെ ഈ തള്ളവിരലിൻ്റെ ഭാഗം ശക്തി കുറയുക, തള്ളവിരൽ ഉപയോഗിക്കാൻ പറ്റാതിരിക്കുക, അങ്ങനെയൊക്കെ പല ബുദ്ധിമുട്ടുകളും അതുകൊണ്ടുണ്ടാവും. അതേപോലെ തന്നെ വേറൊരു ബുദ്ധിമുട്ടാണ് കൈ തീരെ തളർന്നിട്ട് അല്ലെങ്കിൽ കൈ തരിച്ചിട്ട് രാത്രി കിടക്കുമ്പോഴൊക്കെ കൈ തരിച്ചിട്ട് ഇങ്ങനെ കുടഞ്ഞുകൊണ്ടിരിക്കുക, ഉറങ്ങാൻ പറ്റാതിരിക്കുക എന്നുള്ളതൊക്കെ. ഈ അസുഖത്തിൻ്റെ പേരാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം. ഇത് ഇവിടെയുള്ള ഒരു ചെറിയൊരു ടണലാണ് കാർപ്പൽ ടണൽ. അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നൊരു ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട നരമ്പാണ് മീഡിയൻ നെർവ് എന്ന് പറയും. അതാണ് നമ്മളെ തള്ളവിരലിനും ഈ രണ്ട് വിരലുകൾക്കുള്ള സാധാരണ സപ്ലൈ ചെയ്യുന്ന നരമ്പാണ് മീഡിയൻ നെർവ്. ഈ മീഡിയൻ നെർവ് അമർന്നു പോകുമ്പോഴുള്ള അസുഖമാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം. ഒരു തരം എൻട്രാപ്മെൻറ്റ് ന്യൂറോപ്പതി. എൻട്രാപ്മെൻറ്റ് ന്യൂറോപ്പതി എന്ന് പറഞ്ഞാൽ നമ്മുടെ നരമ്പ് അമർന്നു പോകുന്നതുകൊണ്ടുള്ള അസുഖമാണ്. ഇപ്പോൾ മീഡിയൻ നെർവിൻ്റെ എൻട്രാപ്മെൻ്റ് ആണ് കാർപ്പൽ ടണൽ സിൻഡ്രോം. ഇത് വളരെയധികം കോമൺ ആയിട്ട് വരുന്നുണ്ട് ഇപ്പോൾ.